നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേലമ്പാടിയിൽ BLOയ്ക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രനെതിരെയാണ് പരാതി. സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിന് മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. ഹൃദയാഘാതം ഉണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായില്ല. മരണകാരണം അറിയാനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കാഞ്ഞങ്ങാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് LDF ജില്ലാ കൺവീനർ KP സതീശ്ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIRന്റെ മറവിൽ കേരളത്തിൽ UDFന്റെ വോട്ട് വെട്ടിമാറ്റാൻ തിരക്ക് കൂട്ടുകയാണ് CPMഉം BJPയും എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പള്ളിക്കരയിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടിക്ക് പുല്ലൂർ പെരളത്ത് സ്വീകരണം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ദേവി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരീശ്രീ ഏരത്തുമുണ്ട്യ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് നവംബർ 30-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ദേലമ്പാടിയിൽ BLOയ്ക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രനെതിരെയാണ് പരാതി. സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. ദേലമ്പാടിയിൽ BLOയുടെ കോളറിൽ പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതി. ബന്തെടുക്ക ബിവറേജസ് ഷോപ്പിലെ ജീവനക്കാരനും ദേലമ്പാടി പഞ്ചായത്തിലെ പയറെടുക്ക ബൂത്തിലെ BLOയുമായ അജിത്താണ് പരാതിക്കാരൻ. രാവിലെ ബൂത്തിലെ ക്യാമ്പിലാണ് സംഭവം. ഈ ബൂത്തിൽ പുഷ്പി എന്നു പേരുള്ള 2 വോട്ടർമാരുണ്ട്. ഇവരിൽ ഒരാളുടെ SIR ഫോറം ഏൽപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ആളുടെ ഫോം മറ്റൊരാൾ വശമാണ് കൊടുത്തയച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രനാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതെന്ന് അജിത് നൽകിയ പരാതിയിൽ പറഞ്ഞു. ഫോം കൊടുത്തയച്ചിട്ടുണ്ടെന്നും കിട്ടിയില്ലെങ്കിൽ വീണ്ടും നൽകാമെന്നും മറുപടി പറഞ്ഞതായി പറയുന്നു. ഇതോടെയാണ് പ്രകോപിതനായ സുരേന്ദ്രൻ കോളറിൽ പിടിച്ച് തള്ളിയിടാൻ ശ്രമിച്ചതെന്ന് അജിത് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ BLO ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിന് മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. ഹൃദയാഘാതം ഉണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായില്ല. മരണകാരണം അറിയാനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിലെ റിമാൻഡ് പ്രതിയായ ദേളി സ്വദേശി മുബഷിറിന്റെ മരണം മർദ്ദനമേറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായില്ല. മരണകാരണം അറിയാനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ബുധനാഴ്ച പുലർച്ചെ 5:30 മണിയോടെയാണ് മുബഷിറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വിദേശത്തായിരുന്നു മുബഷിർ. 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെയാണ് മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മുബഷിറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശ പോര്. കാഞ്ഞങ്ങാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് LDF ജില്ലാ കൺവീനർ KP സതീശ്ചന്ദ്രൻ.
കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് 2025 പരിപാടിയിൽ പറഞ്ഞു. കേരളത്തിലെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളും LDFന്റെ മതേതര നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ജനകീയതയും വ്യക്തിബന്ധങ്ങളും വോട്ടിനെ സ്വാധീനിക്കുമെന്നും ഇത് പരിഗണിച്ചാണ് LDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 6 ബ്ലോക്ക് പഞ്ചായത്തിൽ 4 എണ്ണത്തിലും 39 ഗ്രാമപഞ്ചായത്തുകളിൽ 19ലും 1-ൽ LDF പിന്തുണയിലും 3 നഗരസഭകളിൽ 2ഉം LDFനായിരുന്നു ഭരണം. ഇത് നിലനിർത്തുന്നതിന് പുറമെ കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടപ്പെട്ട പുല്ലൂർപെരിയ, വെസ്റ്റളേരി പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുമെന്നും ഇതിനു പുറമെ ചില പഞ്ചായത്തുകളിൽ LDF അട്ടിമറി വിജയം നേടുമെന്നും ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നാടിനുണ്ടാക്കിയ മുന്നേറ്റം നേരിട്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജില്ലയിലെ ജനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് LDF തിരിച്ചുപിടിച്ചു. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4-ലും 38 പഞ്ചായത്തും 20-ലും 3 മുനിസിപ്പാലിറ്റികളിൽ 2-ലും LDF ആണ് വിജയിച്ചത്. ഒരു പഞ്ചായത്ത് LDFന്റെ പിന്തുണയാണ്. പഞ്ചായത്തിൽ LDFന്റെ പിന്തുണ ഉൾപ്പെടെയാണ് ഞാൻ 20 ആണ്. മുനിസിപ്പാലിറ്റികളിൽ 3 2 LDF ആണ് നേടുന്നത്. ഇത്തവണ 2020 മെച്ചപ്പെട്ട വിജയം നേടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. LDF എല്ലാ ഘടകകക്ഷികളും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലാണ്. എല്ലാ ഘടകകക്ഷികളും ഏതെങ്കിലും ഒരു തലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. UDF ആളുകൾ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. LDFന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്കൂളുകളുടെയും സ്ഥാനാർത്ഥികളുടെയും ഗൃഹസന്ദർശനവും വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബയോഗങ്ങൾ നടന്നിരിക്കുകയാണ്. ഡിസംബർ 2 മുതൽ പഞ്ചായത്ത് മുനിസിപ്പൽ റാലികൾ ആരംഭിക്കും. LDF നേതാക്കൾ പ്രസംഗിക്കും. ഞങ്ങളുടെ സ്കൂൾ പ്രവർത്തനം കുടുംബയോഗങ്ങളും തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് വരെ തുടരുന്നത്. ഗൃഹസന്ദർശനത്തിലൂടെ ഓരോ വോട്ടറെയും സ്ഥാനാർത്ഥികൾ നേരിൽ കാണുകയാണ്. വരും ദിവസങ്ങളിൽ LDF നേതാക്കളുടെ പര്യടനവും ലോക്കൽ തല റാലികളും നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബാബു കോട്ടപ്പറ സ്വാഗതം പറഞ്ഞു. KS ഹരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SIRന്റെ മറവിൽ കേരളത്തിൽ UDFന്റെ വോട്ട് വെട്ടിമാറ്റാൻ തിരക്ക് കൂട്ടുകയാണ് CPMഉം BJPയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പള്ളിക്കരയിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIRന്റെ മറവിൽ കേരളത്തിൽ UDFന്റെ വോട്ട് വെട്ടിമാറ്റാൻ തിരക്ക് കൂട്ടുകയാണ് CPMഉം BJPയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പള്ളിക്കരയിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ബോർഡിൽ അവരുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ ശമ്പളം മാത്രമാണ് തന്നെ സമാധാനം. ഇപ്പം മറ്റേ ദേവസ്വത്തില് അയ്യപ്പന്റെ സ്വത്ത്, പിന്നെ എല്ലാവർക്കും അറിയാം, അയ്യപ്പന്റെ സ്വത്ത് കാക്കാൻ നിയോഗിച്ച ബോർഡാണ് അത് കട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പൊ ഇത് അത്രേ അവര് അത്രേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തന്നെ ഒരു സമാധാനം. ശമ്പളം മാത്രമാണ് ഈ നാട് അർഹിക്കുന്നതും ഈ നാട്ടിൽ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യം. അതിന്റെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ ഇവിടുന്ന് നിങ്ങളെല്ലാവരും പറയുന്നത്. 30 വർഷത്തെ ചരിത്രം മാറ്റാൻ ഒരു ജനത തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഇത്തവണ ജനതയുടെ മനസ്സിലുണ്ടാകും. ആ അനുകൂല തീരുമാനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഉജ്ജ്വല സംഗമത്തിന് ആദ്യമായി എന്റെയും വടകരയുടെയും പാലക്കാടിന്റെയും KPCCയുടെയും UDFന്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. UDF പഞ്ചായത്ത് ചെയർമാൻ സിദ്ദീഖ് പള്ളിപ്പുഴ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കൺവീനർ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതം പറഞ്ഞു.
KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബക്കർ, DCC വൈസ് പ്രസിഡന്റുമാരായ സാജിദ് മൊവൽ, BP പ്രദീപ് കുമാർ, UDF നിയോജകമണ്ഡലം ചെയർമാൻ VR വിദ്യാസാഗർ, ധന്യ സുരേഷ്, KV ഭക്തവത്സലൻ, അഡ്വക്കേറ്റ് BM ജമാൽ, രാജൻ പെരിയ, PA അബൂബക്കർ ഹാജി, ഹനീഫ കുന്നിൽ, സോളാർ കുഞ്ഞാമത് ഹാജി, കാർത്തികേയൻ പെരിയ, രവീന്ദ്രൻ കരിച്ചേരി, സത്താർ തൊട്ടി, TP കുഞ്ഞബ്ദുള്ള ഹാജി, MB ഷാനവാസ്, റൌഫ് ബായ്ക്കര, MPM ഷാഫി, ചോണായി മുഹമ്മദ് കുഞ്ഞി, ഷാഫി മവൽ, രാജേഷ് പള്ളിക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കള്ളാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ടിമ്മി സ്റ്റീഫന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചുള്ളിക്കര മേരി ടാക്കീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ടിമ്മി സ്റ്റീഫന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചുള്ളിക്കര മേരി ടാക്കീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. എന്ന ഉത്തമ വിശ്വാസത്തിൽ ധൈര്യത്തിൽ മുന്നേറുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നെ പ്രഖ്യാപിച്ചു. തീയിൽ വിടുന്നത് വെയിലത്ത് വാടില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസത്തിനും ഞാൻ നേരുകയാണ്. നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്, നമ്മളാണ് പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ. നിങ്ങൾക്ക് ധൈര്യസമേതം പോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ജനപ്രതിനിധി ആരായിരിക്കണമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. നല്ല ജനപ്രതിനിധിയാണെങ്കിൽ ഞാൻ ഇന്ന നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ് എന്ന് പറയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഞാൻ പുതുപ്പള്ളിക്കാരനാണ്, ഞാൻ വാളക്കാരനാണ്. മലയോര മേഖലയുടെ വികസനത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്തത് ഇക്കാലത്തും UDF സർക്കാരുകളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുൻകൈയെടുത്താണ് മലയോര മേഖലയ്ക്ക് വെള്ളരിക്കുണ്ട് ആസ്ഥാനമായി താലൂക്ക് അനുവദിച്ചതെന്നും അന്ന് താലൂക്ക് രൂപവൽക്കരണത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ തനിക്ക് കൂടി അവസരം ലഭിച്ചത് ഏറെ ഭാഗ്യമായി കരുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനായി UDF സർക്കാർ രൂപീകരിച്ച മലയോര വികസന സമിതി LDF സർക്കാർ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ UDF കൺവീനർ A ഗോവിന്ദൻ നായർ, KPCC മെമ്പർ മീനാക്ഷി ബാലകൃഷ്ണൻ, DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറി ഹരീഷ് P നായർ, മുസ്തഫ തായന്നൂർ, ഇബ്രാഹിം ചെമ്മനാട്, മധുസൂദനൻ ബാലൂർ, PC തോമസ്, ബാലകൃഷ്ണൻ ബാലൂർ, ജവാദ് പുത്തൂർ, TK നാരായണൻ, H വിഘ്നേശ്വര ഭട്ട്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ടിമ്മി സ്റ്റീഫൻ, സുന്ദരൻ ഒരള, വിനോദ് കപ്പിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. ഹരിശ്രീ ഏരത്തുമുണ്ട്യ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് നവംബർ 30-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അരൈ ഏരത്തുമുണ്ട്യ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ തീയതികളിലായാണ് നടക്കുന്നത്. നവംബർ 30-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. ഡിസംബർ 1-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. KV സുരേഷ് ബാബു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. ഡിസംബർ 2-ന് വിവിധ പൂജകൾ നടക്കും. തുടർന്ന് പൂരക്കളി, സെമിനാർ പ്രദർശനവും നടക്കും. ഡിസംബർ 3-ന് നീലേശ്വരം തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടക്കും. തുടർന്ന് തെയ്യം കൂടൽ. രാത്രി 10 മണിക്ക് വിവിധ തെയ്യക്കോലങ്ങളുടെ കുളിച്ചുതോറ്റവും എഴുന്നള്ളത്തും നടക്കും. രാത്രി 12 മണിക്ക് തൊണ്ടച്ചൻ ദൈവത്തിന്റെ പുറപ്പാട് നടക്കും. ഡിസംബർ 4-ന് പാടാർകുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, കടവത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ വിപുലമായ രീതിയിൽ നടത്തുകയാണ്. പരിപാടി നിങ്ങളെല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നീണ്ട 5-6 ദിവസങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ പരിപാടി നടത്തുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും ഹരിശ്രീ ഏരത്തുമുണ്ട്യ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശ മഹോത്സവവും കളിയാട്ടവും നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. നവംബർ 30-ന് രാവിലെ കന്നിക്കലവറ, തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കലവറ ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും.
ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അരി ശ്രീരത്വമന്ത്യ ദേവാലയ പ്രവാസി കൂട്ടായ്മയാണ്. വൈകുന്നേരം 4 മണിക്ക് ആചാര്യ വരവേൽപ്പ്, തുടർന്ന് 7 മണിക്ക് കലാപരിപാടിയുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും. അതിന്റെ ഉദ്ഘാടനം ശ്രീ രാജൻ പെരിയാർ അവർ നിർവഹിക്കും. രാത്രി വർണ്ണശബളമായ തിരുമുൽക്കാഴ്ചയും നടക്കും. ഡിസംബർ 5-ന് കടവത്ത് ഭഗവതി, കാരക്കുളികൻ, വിഷ്ണുമൂർത്തി, ചാമുണ്ടിയമ്മ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഐശ്വര്യകുമാരൻ, പവിത്രൻ NV, A കുമാരൻ, CK വത്സലൻ, KV മോഹനൻ, M രഘുനാഥ്, പുല്ലൂർ നാരായണൻ, A കൃഷ്ണൻ, EV വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായവർ ബാങ്കുകളിൽ നിന്നും വായ്പയെടുക്കുമ്പോൾ ഗഹാൻ ഫീസുകൾ ഉൾപ്പെടെ 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ സഹകരണ ജീവനക്കാർ തൃക്കരിപ്പൂർ ടൗണിൽ പണിമുടക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ വായ്പാ കുടിശ്ശിക വരുത്തുന്നവർക്ക് നിയമ നടപടി നേരിടേണ്ടി വരുമ്പോൾ ആർബിട്രേഷൻ ഫീസ് 5000 രൂപയുണ്ടായിരുന്നത് 10000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, സഹകരണ സ്ഥാപനങ്ങളെ കാര്യമായി ബാധിക്കുന്ന സഹകരണ സംഘം ശാഖാ രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടിയിലധികമായി ഉയർത്തിയത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ രംഗത്തെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരം നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം വെള്ളാപ്പ് റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സഹകരണ മേഖല തകർക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റൊരു ഭാഗത്ത് ഇതിനെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ്റും മത്സരിച്ച് തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ക്ലാസിഫിക്കേഷൻ കരട് കൊണ്ടുവന്നിട്ടുണ്ട്. ജീവനക്കാരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഷാജി തൈക്കിൽ, T സുരേഷൻ, സുബൈർ പള്ളത്തിൽ, V ജയരാജൻ, K രാജീവൻ, O സുജാത, PP രാംദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു. ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനം അടോട്ട് AKG ഭവൻ വെച്ചാണ് നടന്നത്. വെള്ളിക്കോത്ത് ജംഗ്ഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് P കൊട്ടൻകുഞ്ഞി പതാക ഉയർത്തിയതിനു ശേഷം പ്രകടനമായി അടോട്ട് AKG സെന്ററിലെ രാജൻ വിഷ്ണുമംഗലം നഗറിൽ സമ്മേളനം ആരംഭിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPക്കും RSSനും മുൻകൈയുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. കടുത്ത തൊഴിലാളി ദ്രോഹ നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോഡ് കൊണ്ട് നമ്മൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടത്ര ദീർഘവീക്ഷണത്തോടുകൂടി അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ ആ കോഡ് കൊണ്ട് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്, വന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ആ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ വരെ നമുക്ക് കൂലി കൂടുതലിന് വേണ്ടിയിട്ടും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് P കൊട്ടൻകുഞ്ഞി അടോട്ട് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P രാഘവൻ, ഏരിയ ട്രഷറർ CH കുഞ്ഞമ്പു, ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ, ഡിവിഷൻ പ്രസിഡന്റ് PR രാജു, ഏരിയ വൈസ് പ്രസിഡന്റ് സരസൻ പെരളം എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും രംഗത്തിറങ്ങുക, കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക, വെള്ളിക്കോത്ത് ഇടുവുങ്കാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. രക്തസാക്ഷി പ്രമേയം ഹരീഷ് ആനവാതുക്കലും അനുശോചന പ്രമേയം ഹരീഷ് പെരളവും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജീവൻ കണ്ണിക്കുളങ്ങര സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മിഥുൻ വീണച്ചേരിയെയും സെക്രട്ടറിയായി സബിൻ കാട്ടുകുളങ്ങരയെയും ട്രഷററായി ശശി കുതിരുമലിനെയും വൈസ് പ്രസിഡന്റായി ഹരീഷ് പെരളത്തെയും
ജോയിന്റ് സെക്രട്ടറിയായി അനീഷ് കാൽച്ചാമരത്തെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാന ആൽബം ശിവമോഹിനി അയ്യൻ പ്രകാശനം ചെയ്തു. ദേവ്ജി പി രാജേഷ് കുമാർ, ദേവിന പി രാജേഷ് കുമാർ എന്നിവർ ആലപിച്ച് അഭിനയിച്ച ആൽബം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS പ്രകാശനം ചെയ്തു. രാവണീശ്വരം കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാന ആൽബം ശിവമോഹിനി അയ്യൻ പ്രകാശനം ചെയ്തു. ദേവജ് പി രാജേഷ് കുമാർ, ദേവിന പി രാജേഷ് കുമാർ എന്നിവർ ആലപിച്ച് അഭിനയിച്ച ആൽബം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS പ്രകാശനം ചെയ്തു. ഇന്ന് ശിവമോഹിനി അയ്യൻ എന്ന അയ്യപ്പ ഭക്തിഗാനം റിലീസ് ചെയ്തു. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അന്തരാജീവാണ്. അതോടൊപ്പം ഇതിൻ്റെ വോക്കൽസ് ദേവിന, ദേവജ് രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ ഈ ഒരു ആൽബം വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബം വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ സീനിക് വിഷ്വലിൽ അഭിനയിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ഭക്തി നിർഭരമായ രീതിയിലേക്ക് ഈ ഒരു ആൽബം പുറത്തുവരികയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ കെ മാധവൻ നമ്പ്യാർ, വെയറിംഗ് ഹൗസ് കോർപ്പറേഷൻ റിട്ടയർഡ് ജീവനക്കാരൻ CM രാധാകൃഷ്ണൻ നായർ എന്നിവർ ഏറ്റുവാങ്ങി. കൂഞ്ഞങ്ങാട് തറവാട് പ്രസിഡന്റ് കെ വിജയകുമാർ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. കെ ഉണ്ണി, കെ ഗംഗാമണി എന്നിവർ സന്നിഹിതരായി. തറവാട് സെക്രട്ടറി കെ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ശിവമോഹിനി അയ്യന്റെ ഗാനരചന നിർവഹിച്ചതും സംവിധാനം ചെയ്തതും അന്തരജീവാണ്. സംഗീത സംവിധാനം ശ്രുതിനാഥ് രാജേശ്വരി നിർവഹിച്ചു. ഓർക്കസ്ട്രേഷൻ അജി ഡെൻറോസും ക്യാമറ വിവേകും കൈകാര്യം ചെയ്തു. രാജേഷ് കുമാറും വിജിതാംബിക രാജേഷുമാണ് നിർമ്മാണ നിർവഹണം നടത്തിയത്. ദേവജ് പി രാജേഷ് കുമാർ, ദേവിന പി രാജേഷ് കുമാർ, ഗംഗാമണി രാജേഷ് കുമാർ, വിജിതാംബിക രാജേഷ്, ശ്രുതിനാഥ് രാജേശ്വരി, ഗൗരി നന്ദന, സുജിത് എന്നിവർ അഭിനയിച്ചു. ന്യൂസ് ബ്യൂറോ, രാവണീശ്വരം. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്ര പരിധിയിലെ 7 പ്രാദേശിക സമിതിയിൽ നിന്നുള്ള കലവറകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയും നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ഇരുപത്തിയെട്ടിന് വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. രാത്രി 8 മണിക്ക് തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. 29-ന് പൂമാരുതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. 30-ന് രാത്രി 8 മണിക്ക് ക്ഷേത്രപരിധിയിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും. ഡിസംബർ 1-ന് കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും. ഡിസംബർ 1-ന് സമാപന ദിവസം തെയ്യങ്ങളുടെ പുറപ്പാടും തേങ്ങയേറും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേലമ്പാടിയിൽ BLOയ്ക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രനെതിരെയാണ് പരാതി. സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിന് മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. ഹൃദയാഘാതം ഉണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായില്ല. മരണകാരണം അറിയാനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു.
കാഞ്ഞങ്ങാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് LDF ജില്ലാ കൺവീനർ KP സതീശ്ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR-ന്റെ മറവിൽ കേരളത്തിൽ UDF-ന്റെ വോട്ട് വെട്ടിമാറ്റാൻ തിരക്ക് കൂട്ടുകയാണ് CPM-ഉം BJP-യും എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പള്ളിക്കരയിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടിക്ക് പുല്ലൂർ പെരളത്ത് സ്വീകരണം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ദേവി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരീശ്രീ ഏരത്തുമുണ്ട്യ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് നവംബർ 30-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.